ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതാ ഇപ്പം നമുക്ക് എല്ലാവർക്കും കുടുംബത്തോടെ 8ൻ്റെ മണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരാൾക്ക് കഴിഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെ മാറി കേട്ടോ. നമ്മളൊരു ഇതുവരെ ഇല്ലാത്ത ഓരോ അസുഖങ്ങൾ വരുന്നത് കേട്ടോ. അങ്ങനത്തെ എല്ലാം കഴിയുന്ന അവസാനിച്ചല്ലോ ചിന്തിക്കുമ്പോഴാണ് അടുത്തത് വരുന്നത്. സിനാനിക്കാണെങ്കിൽ നല്ല വയറുവേന. അപ്പോൾ ഇത് അതിനെ കാണിക്കാൻ പോകട്ടെ നമ്മൾ. പിന്നെ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ബസ്സിനകത്ത് അനങ്ങാണ്ടിരിക്കൂല കീനോടുന്നത്. ആ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. പിന്നെ കയ്യിലുണ്ടായ ഒരു കൊള്ളുമുട്ട എടുത്തോളം കൈമ കൊടുത്തിട്ടുണ്ടോ, വീണ്ടും ഇത്ര സൈലൻ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരെ തലശ്ശേരി ഗവൺമെൻറ്റിലാണ് കേട്ടോ പോകുന്നത്. സംഭവം ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കുറേ ആയിട്ട് വീണ്ടും പിറ്റേ ദിവസം കാണിക്കാൻ പോകുന്ന കേട്ടോ. ഇത് ആദ്യം കാണിക്കാൻ പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല, കാരണം അത് ഒരു നല്ല വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അവൻ പോയിട്ട് ഞാനും ഓരോ കേട്ടോ പോയി, കാരണം ഉമ്മാക്ക് ഇവിടെ നല്ല തലവേദനയായിരുന്നു. അപ്പം ഞാനും അവനെ കാണിക്കാൻ പോയി. അവിടുന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഗുളിക കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ തിരിച്ച് വരാനാണ് കേട്ടോ. അങ്ങനത്തെ പിറ്റേന്ന് നല്ല വയറുവേദന പറഞ്ഞാലും വീണ്ടും അടുത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെതാ നമ്മൾ നേരെ ബസ്സൊക്കെ കയറി നേരെ കീനി റോഡ് കിടന്നിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇവനോട് ചോദിച്ചിട്ട് പറഞ്ഞ് തീരെ നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവിടെ നിന്ന് നേരെ റോഡ് കിടന്നിട്ട് ഇപ്പോഴത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ നമ്മൾ നേരെ അവിടുന്ന് ഓട്ടോയിലേക്ക് കയറിച്ചാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ഇതാ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് ടോക്കൺ എടുക്കാൻ പോവാണ് കേട്ടോ. ആണ് ടോക്കൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ട് കുറച്ചധികം ആൾക്കാരുണ്ട്. ആൾക്കാർ കുറവാട്ടോ, സോറി. സാധാരണ അധികം ആൾക്കാരുണ്ടായിരുന്നു, ഇത് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. പിന്നെ അതിൻ്റെ പോയിട്ട് ഇനിയും ഇരിക്കുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ നടന്ന് കളിക്കുന്നത്. പിന്നെ ഈ സീറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നത് അങ്ങനെ ഓരോ കളിയായിരുന്നു കേട്ടോ അന്ന് കളിച്ചിട്ടുണ്ടായേ. പിന്നെ ഇവിടെ പണ്ട് കാര്യമില്ല, പിടിച്ചു വെച്ചാലോ ഓരോരു കൂക്കിയും. ആ സമയത്ത് കാണാൻ അവിടുത്തെ ഇവിടുത്തെ ആൾക്കാരിനെ നമ്മളെ നോക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവിടെ പിടിച്ചു വെക്കാനും പറ്റാണ്ടായി. ഇവിടെ ആടുന്ന് കൂക്കിയാരോ അവിടെ ഒരു ആണുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് പൂച്ചനെ പോലെ കാരണത്തൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പേടിപ്പിക്കേണ്ടിട്ട്. പക്ഷെ ഒക്കെ വലിയ പേടിയൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനത്തെ അവിടെ കാണിച്ചാരോ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ അവിടെ നിന്ന് നേരെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ. പോകുന്ന വഴിക്ക് ഓളെന്തോ കാര്യമായിട്ടെന്തോ സംസാരിച്ചു കേട്ടോ. പിന്നെ നമുക്കൊന്നും തിരിഞ്ഞിട്ടുണ്ടാക്കില്ല, എന്തെല്ലാം ഒരു ഭാഷ നിങ്ങൾക്ക് തിരിഞ്ഞില്ലെന്ന് പറയണേ. പിന്നെ ഇത് അവിടെ നമ്മൾ നേരെ ടെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൽ മുകളിലാണ് കേട്ടോ ടെസ്റ്റ്. അപ്പോൾ ഇത് നമ്മളിത് ഇതിനകത്തേക്ക് കയറി നേരെ മുകളിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ടെസ്റ്റിന് കൊടുത്തിട്ട് ഇതോ നേരെ താഴേക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ ടെസ്റ്റ് ചെയ്യാനും പിന്നെ ഇതിൻ്റെ സ്കാൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതിന് നേരെ നമ്മൾ സ്കാനിങ് ചെയ്യാൻ കേട്ടോ പോകുന്നത്. സ്കാനിങ് നമ്മൾ പുറത്ത് പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പുറത്ത് നേരെ ഇത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇതുണ്ട് പറഞ്ഞത്. അങ്ങനെ നേരെ അവിടത്തേക്ക് പോകുന്ന ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ റോഡ് കടന്ന് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ബാക്കിൽ ആ ഒരു സൈഡിലാണ് അതുള്ളത്. അങ്ങനെ അവിടെ പോയാലും കാണാം അതില്ല കേട്ടോ, അത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലമുണ്ട്, അവിടത്തേക്കും പോകുന്ന കേട്ടോ. നോക്കുമ്പോൾ അവിടെയും പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു, സ്കാനിങ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ കണ്ടിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിന് 1.5 മണിക്കൂർ കഴിയും. അവിടെ പോയി ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല കൊതുകുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞാലും ഒരു സമയമാവാനായാലും ടെസ്റ്റിന് നോക്കാൻ പോയിട്ടോ. അന്നേരം പറഞ്ഞ സമയമായിട്ടില്ല. അങ്ങനത്തെ അപ്പോഴത്തേക്കും നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് പോയിട്ട് നോക്കുമ്പോൾ കേട്ടോ ഈ ഒരു കൂട്ടിനുള്ള പക്ഷികളെ കണ്ട്. അങ്ങനെ തന്നെ നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് പോയിട്ടോ. നേരെ ക്യാൻറ്റീനിലേക്ക് പോയി 3 പഴംപൊരിയും 2 പാൽച്ചായയും 1 കട്ടൻ ചായയും 1 പാക്കറ്റിൽ 2 ബണ്ണ് കിട്ടുന്നുണ്ടല്ലോ അതും വാങ്ങി കേട്ടോ. ബണ്ണ് ഇവനിക്കാണ് കേട്ടോ. ഇവനിക്ക് പിന്നെ നെയ്യിലുള്ളത് തിന്നാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഇവനിക്ക് നമ്മൾ ബണ്ണ് വാങ്ങി. ഞാൻ പിന്നെ ചായ കുടിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ചായ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇവർ 3 ചായ വാങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇന്നും നമ്മളൊരു മുട്ടായി വാങ്ങിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് കാലിയാക്കിയിട്ട് നമ്മളൊക്കെ പഴംപൊരി നിർമ്മിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇത് പഴംപൊരി ചായക്ക് കൊടുക്കുമ്പോൾ ഒന്ന് വാശി പിടിച്ചു കേട്ടോ. പഴംപൊരി ഒറ്റയ്ക്ക് കൈമ പിടിച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പഴംപൊരിയും ചായയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത് സ്ഥലത്തെ റിപ്പോർട്ട് വന്നോ നോക്കാണിച്ച് പോകാം കേട്ടോ. ആ സമയത്തേക്ക് അവർ പറഞ്ഞു 1.5 മണിക്കൂറായിട്ടോ. അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ മുകളിലേക്ക് കയറി സ്കാൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് സ്കാൻ ചെയ്ത റിപ്പോർട്ട് വേണ്ടിയിട്ട് പോകാം കേട്ടോ. അങ്ങനെ ആ സാധനമൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറത്തോളം ഞാൻ ആ വീഡിയോ എടുത്തില്ല കേട്ടോ.
അങ്ങനെ അവിടെ നിന്ന് നേരെ ഓട്ടോയ്ക്ക് കയറി നേരെ സ്റ്റാൻഡിലെത്തി കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഒരു അപ്പൻഡിക്സ് ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ കേട്ടോ. അപ്പോൾ നാളെ പോയിട്ട് വേണം സ്കാനിങ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.